നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. FC ബാഴ്സലോണ വിടുന്ന മട്ടില്ല. വീണ്ടും യുവേഫക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് റഫറിക്കെതിരെ. ആദ്യപാദ മത്സരം കഴിഞ്ഞതിന് ശേഷം ബാഴ്സലോണ ഒഫീഷ്യലായിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. ആ കംപ്ലയിൻറ്റ് പക്ഷേ അംഗീകരിക്കാൻ പോലും പറ്റില്ല, പരിഗണിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവേഫ തള്ളിയതാണ്. ഇപ്പോൾ രണ്ടാം പാദ മത്സരത്തിന് ശേഷവും വീണ്ടും റഫറിങ്ങിനെതിരെ ബാഴ്സലോണ പരാതി കൊടുത്തിരിക്കുന്നു. ഇന്നലെ ജോയൽ ലാപ്പോർട്ട തന്നെ സംസാരിച്ചിരുന്നു. ഇതെങ്ങനെ വിടാൻ പറ്റില്ല, വെറുതെ അങ്ങ് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല, നടന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ലാപ്പോർട്ട ഇന്നലെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ബാഴ്സലോണ കംപ്ലയിൻറ്റ് കൊടുത്തായിട്ട് ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്. അതിൽ അവർ പറയുന്നത് ബാഴ്സലോണ യുവേഫക്ക് റഫറിങ്ങുമായി ബന്ധപ്പെട്ട് ക്വാർട്ടർ ഫൈനൽ ടൈയിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ടൈ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആ മത്സരത്തിൽ നടന്ന റഫറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് യുവേഫക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ക്ലബ്ബ് കൺസിഡർ ചെയ്യുന്നത് ഈ 2 ലെഗ് മത്സരങ്ങളിലായിട്ട് റഫറി ഒരുപാട് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഗെയിമിൻ്റെ ലോ വേണ്ട വിധത്തിൽ നടപ്പാക്കുന്ന രൂപത്തിലായിരുന്നില്ല. അങ്ങനെ ഇൻകറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് റെഗുലേഷൻസും ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻ്റർവെൻഷൻ ബൈ ദി വാർ സിസ്റ്റം ഇതിൽ ഇടപെട്ടതും ശരിയായ രൂപത്തിലല്ല. റഫറി കളിയുടെ നിയമങ്ങൾ അപ്ലൈ ചെയ്തതും ശരിയായിട്ടല്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾ വന്നു. അക്കോർഡിംഗ് ടു FC ബാഴ്സലോണ ഈ എറേഴ്സിൻ്റെ അക്യുമുലേഷൻ കളിയുടെ റിസൾട്ടിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുകയുണ്ടായി. അത് ക്ലബിന് വലിയ രൂപത്തിലുള്ള സാമ്പത്തികമായിട്ടും സ്പോർട്ടിംഗ് ആയിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലബ്ബ് ഈ ഒരു കംപ്ലൈൻറ്റിലൂടെ വീണ്ടും യുവേഫയോട് ആവശ്യപ്പെടുന്നത് നേരത്തെ ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. അതേസമയം തന്നെ യുവേഫയോടൊപ്പം ഒരുമിച്ച് ചേർന്ന് റഫറിങ് സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പ്രവർത്തിക്കാനും ക്ലബ്ബ് തയ്യാറാണ്. എന്തായാലും ഗെയിമിൻ്റെ നിയമങ്ങൾ ട്രാൻസ്പെറൻ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം, ഫെയർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നാണ് ഇപ്പോൾ ബാഴ്സലോണ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതുകൊണ്ട് ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ കളിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഏതായാലും ഈ ഒരു തൊട്ടടുത്ത കുറേ മത്സരങ്ങൾ നോക്കുക, റഫറിങ് വളരെ മോശമായിട്ട് വരുന്നുണ്ട്. അത് പലപ്പോഴും കളിയുടെ റിസൾട്ടിനെ തന്നെ മോശമായി ബാധിക്കുന്നുമുണ്ട്. അത് ലാ ലീഗയിലാണെങ്കിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ഇതുപോലെ തന്നെ ആവർത്തിക്കുകയാണ്. അതിന് മാറ്റമുണ്ടാവും ഭാവിയിൽ എന്ന് തന്നെ പ്രതീക്ഷിക്കാൻ ക്ലബ്ബുകൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.